ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താ ഇപ്പോൾ ഒരു സെൻഡ് ഓഫ് പാർട്ടി എന്നല്ലോ അല്ലേ. ഞാൻ തൽക്കാലത്തേക്ക് ബാംഗ്ലൂർ വിട പറയുകയാണ്. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പം ഏഞ്ചൽ നമുക്ക് വേണ്ടിയിട്ട് ഡിന്നർ പാർട്ടി റെഡി ആയിരിക്കുകയാണ് M5 ബാർബിക്യൂവിൽ. അപ്പം എന്താ പറയുക വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്, അതിലുപരി ഒരുപാട് സങ്കടമുണ്ട്. എനിക്ക് ഒരുപാട് മിസ്സാവും എൻ്റെ ബാംഗ്ലൂരും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം. ഞാൻ ഓൺ വോയിസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്, കാരണം ഭയങ്കര ബോറാവും. കുറേ കാലമായിട്ട് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡെസ്പാണ്. പിന്നെ പക്ഷേ ഞാൻ കരയില്ല എന്ന് വാക്ക് കൊടുത്ത് നല്ല എന്താ പറയുക, നല്ല പവർഫുള്ളായിട്ട് നിൽക്കുകയാണ്. കരയില്ല ഞാൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ എല്ലാവരും വന്നു. സുനൈനയും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഏഞ്ചൽ ഹസ്ബൻഡ് സുനൈന. ഞങ്ങൾ പിന്നെ നിഷി ഉണ്ടായിരുന്നില്ല കേട്ടോ. നിഷി നാട്ടിലാണ്, അവൾ വന്നിട്ടില്ല. അപ്പോൾ അടിപൊളി ഡിന്നറായിരുന്നു. അവളോട് താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഫോർമാലിറ്റി അവൾക്ക് ഇഷ്ടമല്ല. നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എൻ്റെ ഫോർമാലിറ്റീൻ്റെ ആവശ്യമില്ലല്ലോ. ഞാനിപ്പോൾ ഈ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ വരെ ഒരുപാട് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ മാക്സിമം പിടിച്ച് തന്നീന്. പിന്നെ അന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളെ ലാസ്റ്റ് എൻ്റെ മോന് ചെറിയൊരു സർപ്രൈസ് എല്ലാം കൊടുത്തിന്. പിന്നെന്താ പറയുക, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും, ഞങ്ങളങ്ങനെ മീറ്റ് ചെയ്യും, നമ്മളിനി കോണ്ടാക്റ്റെല്ലാം നിലനിൽക്കുന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കാം എന്ന് പ്രാർത്ഥിക്കുന്നു. കുറേ സമാധാനിപ്പിച്ചു, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറഞ്ഞു, പക്ഷെ പറ്റണില്ല. കുറേ കഴിയുമ്പോൾ ഓക്കെ ആവുമായിരിക്കും. അപ്പം താങ്ക് യു. കാരണം എനിക്കൊരു കൂടെപ്പറപ്പിനെ പോലെ, അതിനേക്കാളുപരി എൻ്റെ കൂടെ നിന്നവരാണ് എൻ്റെ ഫ്രണ്ട്സ്. എനിക്ക് ഒരിക്കൽ വയ്യാണ്ടായപ്പോൾ എനിക്കത് മനസ്സിലായേ. പിന്നെന്താ, അപ്പോൾ ഒരുപാട് സ്നേഹവും ഈ ചെറിയ കാലയളവിൽ ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷത്തോടെയുള്ള കുറേ നാളുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ കട്ടൊക്കെ നിന്നിട്ടുണ്ട് അപ്പം ഇനിയും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നാട്ടിൽ മീറ്റ് ചെയ്യണം, ഇതാക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അത് ചെയ്യും. പിന്നെ ഏഞ്ചലായാലും സുനൈനായാലും അവർക്കും വിഷമമുണ്ട്, എന്നാലും അവർ കുറേ സമാധാനിപ്പിച്ചു. പിന്നെ എല്ലാം ശരിയാവും, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കൂളാവും. എന്നാലും ഒരുപാട് മിസ് ചെയ്യും എൻ്റെ ഫ്രണ്ട്സിന്. പിന്നെ എന്താ പറയുക, താങ്ക് യു ഏഞ്ചൽ. ഇത് കണ്ടുകഴിഞ്ഞാൽ അവളൊരു പൊടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സുനൈന ഉണ്ടല്ലോ, ഐസ്ക്രീമും ചെമ്മീനും വെച്ച് തട്ടുക. അവളെ കുറേ കുസൃതികളുണ്ട് അങ്ങനത്തെ. അവൾ കുറേ അതും ഇതെല്ലാം പറഞ്ഞ് കളിയാക്കി. നമ്മളെ കെട്ടിയന്മാരെല്ലാം മാക്സിമം നമുക്കിട്ട് വാരുന്നുണ്ട്, കുറേ സന്തോഷിപ്പിക്കുന്നെല്ലാം ഉണ്ട്. ഇത് അഫുവിൻ്റെ ബർത്ത്ഡേ അവർ സർപ്രൈസോടെ ഏഞ്ചൽ സെറ്റാക്കിയിട്ട് അവനൊരു കേക്ക് കട്ടിങ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മക്കളെല്ലാം ചിലപ്പോൾ അവരെല്ലാം ഓക്കെ ആവുമായിരിക്കും. അവരെല്ലാം നല്ല കൂട്ടായിരുന്നല്ലോ. അവരെല്ലാം ഇനിയിപ്പം കുറേ ഓക്കെ ആവും. ഞാനിനിപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ടായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുക. ഇവിടുന്ന് ആയിരിക്കില്ല ഞാൻ അപ്ലോഡ് ചെയ്യില്ല. നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പാർട്ടി കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നാട്ടിലെത്തും. ഞാൻ നാട്ടിലെത്തിയിട്ട് അത് അപ്ലോഡ് ചെയ്യാം. പിന്നെന്താ, ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് മിസ് ചെയ്തി എല്ലാവരും. പിന്നെ താങ്ക് യു സോ മച്ച്. നമ്മളെല്ലാവരും നല്ല എനിക്ക് എന്തെല്ലോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. എല്ലാവരും എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. ഈ ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയിന്, പക്ഷെ അവർ രണ്ടാളും എന്നെ ഇതാക്കി. പിന്നെ കരയില്ലാന്ന് ഞാനൊരു വാക്കും നിർത്തുന്നില്ല. അപ്പം ഐ ലവ് യു സോ മച്ച്, താങ്ക് യു, മിസ് യു ഓൾ. ഇവിടുന്ന് പോകുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനതൊന്നും ചെയ്യില്ല, എനിക്ക് കഴിയൂല. ഓക്കെ, ബൈ.